ഇനി മേലെ നീ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ മനസ്സിലായോ? കഴിക്കാൻ കൊറേ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. വാ കഴിക്കാം. ഹോർലിക്സ്. അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്. ആഹാ, വിശക്കുന്നുണ്ടെങ്കിലേ എന്തെങ്കിലും പോയി ഉണ്ടാക്കി കഴിക്കും. ഏത് നേരത്തെ ഒരു വിശപ്പ്. ഇന്ന് ക്രിസ്മസിന് പൂട്ടിയതല്ലേ, നമുക്ക് അച്ഛൻ വന്ന പാർക്കിൽ പോവാട്ടോ. ഞാനും വരട്ടെ പാർക്കിക്ക്? നീയോ? നീ പാർക്കിലേക്കൊന്നും വരുമൊന്നും വേണ്ട. ഇവിടെ ഒരുപാട് പണിയുണ്ട്. ആ പണിയൊക്കെ അവിടെ തീർത്ത് വയ്ക്കി, ഞാൻ വരുമ്പോഴേക്ക്. വേഗം വാ, വേഗം പുറപ്പെട്ടു വാ. ഞങ്ങള് റെഡി. അവിടെ പടയ്ക്കും. അല്ല, മാളു എവിടെ? അവള് വരുന്നില്ല. എന്തേ? അവൾക്ക് എന്താ തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. സുഖമില്ലാന്ന്? ഞാനൊന്ന് വിളിച്ചോ. മാളു, മാളു, മോളെ, എന്തിനാ അച്ഛന്റെ മോള് കരയണത്? ഒന്നുമില്ല അച്ഛാ. മോളെ, അച്ഛന്റെ മോള് പാർക്കിൽ വരുന്നില്ലേ? ഇല്ല, ഞാനില്ല. മോളെ അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? സത്യം പറ മോളെ. അമ്മ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ അമ്മേന്റെ മോളല്ലാത്തോണ്ടായിരിക്കുമല്ലേ അമ്മക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്. അമ്മേ, നിങ്ങൾ എവിടെയാ മനുഷ്യ? എത്ര നേരായി? നിങ്ങളല്ലേ പറഞ്ഞ അടയ്ക്കുന്ന്? നീ മാളുവിനോട് വരണ്ടാന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. എന്തിന്? എന്റെ മോനെ പോലെ എനിക്ക് അവളെ കാണാൻ പറ്റില്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോ ഞാൻ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ നിനക്കെന്താ എത്ര അഹങ്കാരം? ഇനി മേലെ ഇത് ആവർത്തിച്ച നീ നിന്റെ വീട്ടിൽ പോയി മതി. ഇനി മേലെ നീ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ മനസ്സിലായോ? വേണ്ട അച്ഛാ, അമ്മേനൊന്നും ചെയ്യല്ലേ. സോറി മോളെ, ഇനി അമ്മ നിന്നെ സ്വന്തം മോളായിട്ട് തന്നെ കണ്ടോളാം. നീ പോയി റെഡി ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം.